ഹലോ. ആ പെട്ടെന്ന് വാടാ. പെണ്ണുങ്ങളെ ചെക്കപ്പിന് കൊണ്ടുപോവാന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും പോവാണ്ട്. ഇനി വേറെ ട്രിപ്പ് ഏൽക്കണ്ട. പെട്ടെന്ന് വാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ. ഇല്ല വേറെ ട്രിപ്പ് ഏൽക്കണ്ട. നമുക്ക് അവിടുന്ന് പോയിട്ട് പിന്നെ വേറെ പോവാണ്ട് നമുക്ക്. അല്ലടാ എപ്പഴാ നിങ്ങള് പോലെ? ഞാൻ റിപ്പോർട്ടായില്ലേ? ഇപ്പൊ വണ്ടി വിളിച്ചിക്കണേ. അവൻ വരാന്ന് പറഞ്ഞേക്കണേ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടി ഞങ്ങളുടെ പോണ്ട്. ഓളോടെ അമ്മായിന്റെ അടുക്കൊന്ന് പോണം പറഞ്ഞീന്നേ. ഇമാ വേങ്ങട്ട് വാ, ആ വണ്ടി വരുന്നുണ്ട്. എടാ ആ പെണ്ണിന് സുഖമില്ലാത്താണ്. അതിനായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ തെണ്ടി അടക്കണ്ട. വേങ്ങട്ട് പോരി രാത്രി ആകുമ്പോത്തിന്. ആയിക്കോട്ടെപ്പാ. നോക്കി ഇവിടെ ഒന്ന് വന്നാണി. എന്തിരി എനിക്ക് വേദന ഇരിക്കണേ. വണ്ടി എവിടുന്നേനൊന്ന് വിളിച്ചു നോക്കി. തന്നെ നിനക്ക് ഞാൻ വിളിച്ചോക്കട്ടെ. എന്തിയാടാ എന്താണ്? എന്താ ഓക്ക് വേദന ഇളകിക്കണല്ല. ഓട്ടോക്കാരെ വിളിച്ചോക്ക്. ഞാൻ വിളിച്ചോട്ടെ. വിളിച്ചോട് ചേട്ടമ്മ ഇപ്പ നമ്മൾ സ്ഥിരം വിളിച്ച വണ്ടിക്കാരൻ അവിടെ ഇല്ലല്ലോ. എന്താ ചെയ്യാ? ഓനെടുക്ക ലോങ് പോയതാണല്ലോ. എന്താ കാട്ടുക? അമീര് പോയി വെക്കാം. അവിടെ നമ്പർ ഇല്ലല്ലോ പറഞ്ഞേക്കല്. ഇല്ല എന്റെ അടുത്തില്ലായി. പോയി വെക്കാം. എന്നാ വരി, നിങ്ങൾ ഒന്ന് വരി. ഞങ്ങൾ ഇപ്പൊ വരട്ടാ. ഇവിടെ നോക്കിട്ടാ. വെളുക്കും തിരിച്ചു നിർത്തിയില്ല. ഇല്ലപ്പ ഞാൻ ആ വെപ്രാളത്തിൽ മൊബൈലാണ് മറന്നും വെച്ച്. അമീറ അമീറ എടാ ഈ ബെല്ലൊന്ന് അടിച്ചു നോക്കടാ. ഞാനാണ് സാമതേ. മാനു എന്തിയെ പ്രസവന എഴുകിട്ട് ഓട്ടോസ് വിളിച്ചാലേ എന്താണ് എന്റെ മോനും വന്ന് കിടന്നുണ്ടാവിക്കാരടാ. ഞാൻ വിളിച്ചട്ടാ. ഞാൻ വിളിച്ച തീരെ ആയിക്കോട്ടെ വിളിച്ചോളട്ടാ. അമീറ അമീറ നിങ്ങളാ ഹോസ്പിറ്റലിൽ പോകാനാണോ? വണ്ടിക്കാ അല്ല നിങ്ങളിപ്പോ ഇഷ്ടത്തെ വന്ന് വിളിച്ചു തിരിച്ചൊന്നും എടുത്തിരിക്കാ? ഇല്ലടാ, ഞാൻ ആ വെപ്രാളത്തിൽ മൊബൈൽ അവിടെ വെച്ച് മറന്നു ചെയ്തു. പിന്നെ മൊബൈൽ എടുത്തിരിക്കാ? നാളെ വെക്കി. ഇപ്പൊ ആ ലൈറ്റർ ഒന്നും എടുത്താണേ. എത്തിനാണ് ഇപ്പൊ ലൈറ്റ് അങ്ങോട്ട് വരി. എന്തിനാ ഈ എരുത്ത് ഇവിടെ ഞാൻ ഉണ്ടായിട്ടേ നിങ്ങൾ തിറ്റി കിടക്കണ ബാബുനെ എന്നും വിളിച്ചാല് ഇതീ കൂടി എളുപ്പമുണ്ട്. അവിടെ പോയിക്കോളി ട്ടാ. ഇതീ കൂടി കടന്നാ മതി. പോയിക്കോളി. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഏത് കാര്യത്തിലും നമ്മളെ അയൽവാസികളും ചുറ്റുപാടുള്ള ആൾക്കാരും ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ വണ്ടി ഉണ്ടായിക്കൊണ്ട് ഇത് ഏത് നേരം വിളിച്ചല്ലേ ബാബുനല്ലേ? ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഉണ്ടാ ഇല്ല. എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെയാണ്, നമ്മളെ അയൽവാസികളെ. അവരെ വണ്ടി വരാനുണ്ടാവുള്ളൂ, നമ്മൾ സഹായിക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥ നമുക്ക് വന്നത്. നല്ല മനസ്സിലാക്കിക്കോ. പോയി നോക്കാൻ നടന്നുകൊണ്ടാണ്. ആ പെണ്ണിന്റെ അവസ്ഥ എന്താവോന്നാവും. ഇതൊക്കെ അനുഭവിക്കണം. ഇപ്പൊ അനുഭവിച്ചത് എന്താ ചെയ്യാ? എത്ര അമീറജി കാട്ടിയത് ഓലിപ്പോ ഈ രാത്രി ആ കുട്ടിക്ക് പ്രസവവേദന അറിയണം വന്നതാണല്ലോ. അതിനിപ്പോ ഞാൻ എത്തപ്പോ കാട്ടപ്പോ ഞാൻ ഈ ചെറിയ ഇവിടെ ഇല്ലേ ഓല എന്നോട് അങ്ങനെ പെരുമാറിക്കണെന്ന് വിചാരിച്ചാണ്ട് ഈ സമയത്ത് ഇജ്ജ അങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ ഓൽക്കും എനക്കും എന്ത് വ്യത്യാസം ഉള്ളത്? അപ്പൊ ഓല എന്നെ തേടി വന്നിക്കണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഓർത്തിട്ടെങ്കിലും ഇജ്ജ കാര്യം ചെയ്തു കൊടുക്കണം. ഒരു പ്രസവ വേദനയാണ്. ഇജ്ജ് എന്താ വിചാരിച്ചിട്ടുണ്ടത്? അതുകൂടി ഇജ്ജ് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഇപ്പാന്റെ കുട്ടി ദയവ് ചെയ്ത് ഓല ആ കൊണ്ടുപോയിക്കാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഓല് നമ്മളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതല്ല, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് മനുഷ്യത്വം. അതുകൊണ്ട് ഇപ്പാടെ കുട്ടി ഞാൻ ചെന്നൈ കൈ കൊടുക്കും. ആയിക്കോട്ടെ. ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ സലാമത്തായി കൊടുക്കണം.